ഹലോ എവരിവൺ, മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 15ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. മാച്ച് ദ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് കോളം 1 വിത്ത് ദ ലിസ്റ്റ് ഓഫ് അഫക്റ്റഡ് ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. അപ്പം ഇടത്തെ ഭാഗത്ത്, അതായത് കോളം 1 നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അത് എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സ് കോളം 2 തന്നിട്ടുണ്ട്. അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അലർജിയാണ്. അലർജി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അലർജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മളുടെ ബോഡീന്റെ അകത്തേക്ക് ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഒക്കെ എത്തുന്ന സമയത്ത് ആക്ച്വലി അത് നമ്മുടെ ബോഡിക്ക് വലിയ ത്രെറ്റ് ഒന്നും അല്ല. പക്ഷെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് എക്സാജറേറ്റഡ് ആയിട്ട്, അതിനോട് അധികമായിട്ട് പ്രതികരിക്കുകയാണ് അലർജി എന്ന റെസ്പോൺസിലൂടെ, അല്ലേ? അപ്പം നമുക്ക് വീസിങ്, റണ്ണിങ് നോസ്, അങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. സോ അലർജി എന്ന് പറയുന്നത് എന്താണ്? എക്സാജറേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് ഇവിടെ കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഞാൻ PQRS ഇവിടെ മാർക്ക് ചെയ്തിടാം. അപ്പൊ പി എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് യുറീമിയാണ്. യുറീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ അകത്ത് യൂറിയ കണ്ടന്റ് കൂടുകയാണ്. അപ്പൊ എങ്ങനെയാണ് യൂറിയ കണ്ടന്റ് കൂടുക? യൂറിയ എന്ന് പറയുന്നത് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ആ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് യൂറിയ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നി മാൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ, ഫങ്ഷൻ ചെയ്യാതെ ആവുന്ന സമയത്ത് യൂറിയ പുറത്തു പോകുന്നില്ല. സോ ദാറ്റ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ അകത്തുള്ള യൂറിയയുടെ എമൗണ്ട് കൂടുകയാണ് യൂറീമിയ എന്ന് പറഞ്ഞാൽ. സോ മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി which can lead to urea accumulation in the blood. അപ്പൊ Q എന്ന് പറയുന്നത് 4 ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞ അസുഖം നമ്മൾ കേട്ടതാണ്. ഇറ്റ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സെൽസിനെ തന്നെ നശിപ്പിക്കുന്ന ഡിസോർഡറിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാറ്. മയാസ്തീനിയ ഗ്രേവിസ് ആരെയാണ് നശിപ്പിക്കുന്നത്? നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിനെയാണ് നശിപ്പിക്കുന്നത്. സോ മയാസ്തീനിയ ഗ്രേവിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് അവർ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. സോ R എന്ന് പറയുന്നത് 3 ആയിട്ട് വേണം നമ്മൾ മാച്ച് ചെയ്യാൻ. ഇനി നമുക്കറിയാം അക്രോമെഗലി എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് എക്സസീവ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് അക്രോമെഗലി. അതേപോലെ തന്നെ നമുക്ക് ജൈജാൻഡിസവും പഠിക്കാനുണ്ട്. സോ ഇവിടെ നമുക്ക് കൊടുത്തത് അക്രോമെഗലിയാണ്, എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. സോ എസ് എന്തായി മാറും? 1ലേക്കാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സോ P2 Q4 3 R3 S1 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പൊ ഇതുപോലെ ഫിസിയോളജിന്ന് ടോട്ടൽ ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിന്ന് എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസും സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പൊ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മിഷൻ ഐസറിന്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഈ ബട്ടണിൽ കൊടുക്കാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഐസറിലേക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.